ഹായ് ഫ്രണ്ട്സ്, മിയാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജനയുഗം സഹപാഠി ക്വിസിൻ്റെ UP തലത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് പങ്കിട്ടത് മമ്മൂട്ടിയും കാർത്തിക് ആര്യനുമാണ്. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ്? ആൻസർ ഭ്രമയുഗം. അടുത്ത ക്വസ്റ്റ്യൻ, ലുംബിനിയിൽ ഇന്നത്തെ നേപ്പാളിൽ ജനിച്ച സിദ്ധാർത്ഥ ഗൗതമന് ജ്ഞാനോദയം ലഭിച്ചത് ഇന്ത്യയിലെ ഗയയിൽ വെച്ചാണ്. ബോധ്ഗയ എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ആൻസർ ബീഹാർ. 3 പേനയുടെ വില 45 ആണെങ്കിൽ 180 രൂപയ്ക്ക് എത്ര പേന വാങ്ങാൻ കഴിയും? ആൻസർ 12. യുനെസ്കോ പൈതൃക കലാരൂപമായി അംഗീകരിച്ച ആദ്യ ഭാരതീയ കലയാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ട് ഏകാംഗാഭിനയ ശൈലിയും സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? നങ്ങ്യാർകൂത്ത്. റീഅറേഞ്ച് ദ ലെറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വേർഡ്. ആൻസർ എറൗണ്ട്. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. വാരിതം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മേഘം. ആസിഡ് ആൽക്കലി സ്വഭാവം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കൃത്രിമ സൂചകമാണ് മീഥൈൽ ഓറഞ്ച്. ആസിഡ് ലായനിയിൽ ഇത് ചുവപ്പ് നിറം കാണിക്കും, എന്നാൽ സോപ്പ് ലായനിയിൽ ഇത് ഏത് നിറമാണ് കാണിക്കുക? മഞ്ഞ. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി എന്നീ മത്സരങ്ങളിൽ ഒരു ടീമിൽ നിന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്ന കളിക്കാരുടെ എണ്ണം 11 ആണ്. എന്നാൽ വോളിബോൾ മത്സരത്തിൽ ഒരു ടീമിൽ നിന്നും കളിക്കളത്തിൽ ഇറങ്ങുന്ന കളിക്കാരുടെ എണ്ണം എത്ര? ആൻസർ 6. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ IT പഠനത്തിന് വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ ഭാവിയിലെ സാങ്കേതിക മുന്നേറ്റത്തിന് സജ്ജരാക്കുക എന്ന ഉദ്ദേശത്തോടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന IT ക്ലബിന്റെ പേരെന്ത്? ലിറ്റിൽ കൈറ്റ്സ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മികച്ച എഴുത്തുകാരൻ കൂടിയാണ്. 196 അധ്യായങ്ങളിലായി BC 6000 മുതലുള്ള ലോക ചരിത്രത്തെ വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥം ഏതാണ്? വിശ്വചരിത്രാവലോകനം. ഉജ്ജ്വല, ജ്വാലാമുഖി ഇവ മുളകിന്റെ സങ്കര വേനൽക്കാല കൃഷിക്ക് ഏറെ യോജിച്ച സൽകീർത്തി ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ട. കുട്ടികളിൽ വയറിളക്കത്തിനും ഛർദിക്കും കാരണമാവുന്ന കുടലിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ അണുബാധ അടുത്തിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ഈ ബാക്ടീരിയൽ രോഗബാധ ഏതാണ്? ഷിഗല്ല. 1992 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നു. കേരളത്തിൽ 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രാബല്യത്തിലായി. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ നഗരസഭ. 2022 ഫിഫ ലോകകപ്പ് മത്സരങ്ങളിൽ 32 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2026 ഫിഫ ലോകകപ്പിൽ എത്ര ടീമുകളാണ് പങ്കെടുത്തത്? 48 ടീമുകൾ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന ബദൽ ശീർഷകം നിർദ്ദേശിച്ചുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു നോവൽ ആരംഭിക്കുന്നുണ്ട്. മലയാളികളെ ചിരിപ്പിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ചെയ്ത ആ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ മണ്ണുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. കരവിസ്തൃതിയുടെ 30% ഏഷ്യയിലാണ്. താഴെ പറയുന്നവയിൽ ഏഷ്യൻ രാജ്യമല്ലാത്തത് ഏത്? ജപ്പാൻ, അൾജീരിയ, ഖത്തർ, തായ്ലൻഡ്. ആൻസർ അൾജീരിയ. താഴെ പറയുന്നവയിൽ ഇന്റർനെറ്റ് ഇല്ലാതെ സാധാരണ പ്രവർത്തിക്കാവുന്നത് ഏത്? ഗൂഗിൾ സെർച്ച്, യൂട്യൂബ്, ലിബർ ഓഫീസ് റൈറ്റർ, ജിമെയിൽ. ആൻസർ ലിബ്രെ ഓഫീസ് റൈറ്റർ.
ലഹരി മരുന്ന് മാഫിയക്കെതിരെയും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അടുത്തിടെ ആരംഭിച്ച ബൃഹത്തായ ക്യാമ്പയിൻ ഏത്? ഓപ്പറേഷൻ തൂഫാൻ. കാക്കാലനും കാക്കാലത്തിമാരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ആക്ഷേപഹാസ്യ നാടോടി നാടകം തെക്കൻ കേരളത്തിൽ വളരെ പ്രചാരം നേടിയിരുന്നു. തമിഴ്നാട്ടിൽ രൂപം കൊണ്ട ഈ കലാരൂപത്തിന്റെ പേരെന്ത്? കാക്കിരിശി നാടകം. ടൈ ബ്രേക്ക് ക്വസ്റ്റ്യൻസ്. 6, 8, 12 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ഓരോ തവണയും ശിഷ്ടം 1 ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ 25. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ വിജയ ഗോൾ നേടിയ സ്പെയിൻ താരമാരാണ്? ഫെറാൻ ടോറസ്. കേരളത്തിന്റെ അഭിമാന കലാരൂപമായ കഥകളിയിലെ ആദ്യ ചടങ്ങ് എന്നറിയപ്പെടുന്നത്? കേളികൊട്ട്. OTP എന്നതിൻ്റെ പൂർണ്ണരൂപം? വൺ ടൈം പാസ്വേഡ്. പഴഞ്ചൊല്ലിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ആടറിയുമോ? വാണിഭം. അങ്ങാടി വാണിഭം. ക്വിസിൽ വിജയിച്ച കുട്ടികൾ കമന്റ് ചെയ്യണേ.